ഞാൻ ഗിഫ്റ്റും കൂടെ ക്രിസ്മസിന് ഉൾപ്പെടുത്തിട്ട് മഞ്ഞ വഴിക്കായിരുന്നു ഈ നടുക്കിക്കണ സാധനത്തിന് കിട്ടിയത്. പിന്നെ അതിനെടുത്തുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോണേണ്. ഇത് ബാക്കിലിരുന്ന് കുറെ ക്യൂട്ടനസും കാര്യങ്ങളൊക്കെ വാരി വെത്തറുണ്ട്. ഇത് എന്തിന്റെ കേടാണാവും. അങ്ങനെ നടുക്കിരുന്ന സാധനത്തിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാൻ ഗിഫ്റ്റും കൂടെ ഇപ്പൊ പോണത് വേറെ അങ്ങോട്ടല്ല, ഞങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാണ്. ഞാൻ ഗിഫ്റ്റും കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി ഞങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് ബാക്ക് തൂക്കിയിട്ടുണ്ട്. എവിടെ പോയി ചെന്ന് ചോദിച്ചപ്പോൾ ട്യൂഷന് പോയി ചെന്നു. ചെക്കൻ പറഞ്ഞോണെയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ക്രിസ്മസ് ആയിട്ട് ട്യൂഷനെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പറമ്പിലെത്തിയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കരിക്കിട. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കരിക്ക് ഒട്ടിക്കാൻ പറ്റുന്ന പാടാണിത്. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഫുട്ബോളിലേക്ക് ഇറങ്ങി. അമ്മനാണെങ്കിൽ ഗോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ്. പിന്നെ തീരണ്ട കാട്ടൻ കോപ്രായം കണ്ട അതിന്റെ ഇടയിൽ കൂടെ ബോൾ അടിച്ച് ഇറപ്പിച്ച്, പക്ഷെ ഗോൾ കിട്ടിയില്ല. ചെക്കിന് ഗോൾ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെക്കിന് നല്ല വിഷം പോയി. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു ചലഞ്ചാക്കി മാറ്റിയത്. നിഹാൽ ഗോൾ അടിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അമലി കിടന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കണം. പക്ഷെ ചെക്കിന് എല്ലാ പ്രതീക്ഷയും തെറ്റിപ്പോയി. ചക്ക വീണ് മൂലെത്തു എന്ന് പറയുന്ന പോലെ ചെക്കിനാണെങ്കിൽ ഗോളും കിട്ടി. ചെക്കിനാണെങ്കിൽ കൊടുക്കത്തെ ഹാപ്പിയായി. അങ്ങനെ നിഹാലിൽ ഒരു ഗോൾ കഴിഞ്ഞപ്പോൾ തന്നെ ആദീഷ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ കളിക്കാണ്ടെന്ന്. അങ്ങനെ ആദീഷ് നിഹാലും കൂടെ ഉള്ള മാച്ചായി. അങ്ങനെ ആദീഷിന്റെ ആദ്യത്തെ അടി ഏതൊരു പറമ്പിലേക്കാ പോയി. അടുത്ത നിഹാലടി. നിഹാലാണെങ്കിൽ അടിച്ച് കിട്ടില്ലായിട്ട് ഗോളും കയറ്റി. ആദീഷ് ഈ കളി ഡ്രോ പിടിക്കും എന്ന് പറയുന്നത്, പക്ഷെ അവൻ പറഞ്ഞ പോലെ നടന്നില്ല. ബോളാണെങ്കിൽ സൈഡിൽ കൂടി ഉരുണ്ടും പോയി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.